വില്ലേജ് ഓഫീസ് തന്നത് അതെല്ലാവർക്കും ഡിവൈഡ് ചെയ്തിരുന്നത് 60 കിറ്റ് ഉണ്ടായിരിക്കും. പകുതി കഴിഞ്ഞിട്ട് പകുതി എടുത്ത് വീട്ടിൽ കൊടുക്കണം. ഇത് കോഴിക്കോട് കോർപ്പറേഷൻ ചേവായൂർ വില്ലേജ് 21-ാം വാർഡ് കൌൺസിലർ വിദ്യ ബാലകൃഷ്ണൻ. വിതരണം ചെയ്യുന്നത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസിൽ നിന്ന് കൈപ്പറ്റിയ കിറ്റുകൾ. 12-ാം തീയതി അടിയന്തര സഹായമായി അനുവദിച്ചവയാണ് 2 ആഴ്ചയ്ക്ക് ശേഷം വിതരണം ചെയ്തത്. 16 കുടുംബങ്ങൾക്ക് അനുവദിച്ച കിറ്റാണ് 60 വീടുകൾക്കായി ഇഷ്ടപ്രകാരം കോൺഗ്രസ് കൌൺസിലർ വീതിച്ചു നൽകിയത്. ബിസ്ക്കറ്റ് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് ഒരു വീട്ടിൽ 1 എന്ന നിലയിൽ, സോപ്പ് പോലും മുറിച്ച് വിതരണം ചെയ്തു. സാനിറ്ററി നാപ്കിനുകൾ ഒരു പാക്കറ്റിൽ നിന്ന് 2 എണ്ണം വീതം ഒരു വീട്ടിൽ. അടിയന്തരമായി വിതരണം ചെയ്യേണ്ട സാധന സാമഗ്രികൾ പൂഴ്ത്തിയത് വിവാദമായതോടെയാണ് കോൺഗ്രസ് കൌൺസിലർ വിദ്യാ ബാലകൃഷ്ണൻ ഇത്തരത്തിലൊരു നാടകം കളിച്ച് തടിയൂരാൻ ശ്രമിച്ചത്. പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചവർക്കായി വിതരണം ചെയ്യാൻ നൽകിയ സാധനങ്ങളാണ് ആർക്കുമില്ലാത്ത രീതിയിൽ കളഞ്ഞുകുളിച്ചത്. വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകിയ അവശ്യവസ്തുക്കൾ ദുരിതബാധിതർക്ക് കൃത്യമായി എത്തിക്കാതെ കൌൺസിലർ രാഷ്ട്രീയ നാടകം കളിച്ചെന്ന് വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. ആർക്കും തന്നെ ഒരു സ്പൂണ് ചായപ്പൊടിയോ ഒരു സ്പൂണ് പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു നുള്ളു കടലയോ എടുത്തു കൊടുക്കേണ്ട രൂപത്തിലേക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. 16 വീടുകളിലേക്ക് ഉതകുന്ന രൂപത്തിലേക്ക് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടുന്ന രൂപത്തിൽ ബിസ്ക്കറ്റ്സ് ആയാലും ശരി, അരി ആയാലും പഞ്ചസാരയായാലും നമ്മൾ അതുപോലെ വ്യക്തമാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഇത്രയും ദിവസം അവർ മാറ്റിവെക്കുകയും എന്നിട്ട് അത് എങ്ങും എത്താത്ത രൂപത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരുപാട് ദിവസത്തെ ഇൻക്ലൂഡിങ് ഞാനും കൂടെ ഉള്ള എല്ലാവരും ഒരുപോലെ അത്രയും വെള്ളപ്പൊക്കത്തിൽ നിന്നിട്ടും അരക്കറ്റം വെള്ളത്തിൽ നിന്നിട്ടും ഉള്ളിൽ ഉറങ്ങാതെയും എല്ലാം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും നല്ലൊരു കാര്യം ഉണ്ടാക്കിയെടുത്തിട്ട് അതൊന്നുമല്ല, അതൊരു വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മുടെ 21-ാം വാർഡിലെ കൗൺസിലർ ചെയ്തിരിക്കുന്നത്. വീട് വിട്ട് മാറി നിൽക്കേണ്ടി വന്നവർക്ക് നൽകിയ ഒരു നേരത്തെ ആഹാരം വെച്ച് രാഷ്ട്രീയ നാടകം കളിച്ച കൌൺസിലർ വിദ്യാ ബാലകൃഷ്ണനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.